വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസി അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്. ഓക്കെ, പാർട്ട് 1 ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. A and B are partners in a firm sharing profit and losses in the ratio of 3:2. C is admitted for 1/5 share in the profit of the firm. Calculate new profit sharing ratio. ഇതാണ് ചോദ്യം. അതിൽ ABCDE എന്ന് പറഞ്ഞ് കൊടുത്തിന് ക്വസ്റ്റ്യൻസ് 1 by 1 ആയി നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എയും ബിയും ഷെയർ ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാ? 3:2 ആണ്. ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്താ? ഈ 3:2 എന്ന് എന്താക്കുക? ആഡ് ചെയ്ത് വെക്കുക. 3:2 എത്രയാ? 5 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണോ പിന്നെ എൻ്റെയും ബിൻ്റെയും അതിങ്ങോട്ട് എഴുത്. എന്റെ ഷെയർ എത്രയാ? 3+2 5. അതുകൂടെ അത് എഴുതുക. 3 ഫസ്റ്റ് ഷെയർ 3 എഴുതി. 3/5 മൊത്തം 3+2 5. ഇതിന്റെ കൂടെ 3 എൻ്റെ എഴുതി. അടുത്ത ബി 5 2 അല്ലേ? സെക്കൻഡ് 2. ഈ രീതിക്ക് ചെയ്ത് ക്ലിയർ ആയോ? ഇനി പിന്നെന്താ പറഞ്ഞ? സി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ ഇൻ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. സീൻ്റെ എത്രയാ? 1/5 ആണ്. അത് നമ്മൾ എന്താക്കുക? ഇങ്ങോട്ട് മാറ്റി ചെയ്ത് സി ഈസ് ഈക്വൽ ടു 1/5. പിന്നെന്താ പറഞ്ഞ? അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സി ഗെറ്റ്സ് ഇറ്റ്സ് ഈക്വലി ഫ്രം എ ആൻഡ് ബി. സിക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യമായിട്ട് ഷെയർ ലഭിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, സി ആണ് പുതിയ ആള്. സി 1/5 ഷെയർ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത്. ഓക്കെ, പുതിയ ഷെയറിന് വേണ്ടി വന്ന് ആ ഷെയർ എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യമായിട്ട് എന്താവും? ലഭിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഈ 1/5 രണ്ടുപേർക്കും തുല്യമായി വീതിക്കണം. അപ്പൊ 1/5 പകുതി പകുതി എന്തായി? കഷ്ണം കഷ്ണമായി കൊടുക്കണം. അപ്പൊ എങ്ങനെയാ ഇത് ചെയ്യാം? എ ഇസ് ഈക്വൽ ടു 1/5. 1/5 പകുതിയല്ലേ? 1/5 ഇൻറ്റു ഹാഫ്. ഓക്കെ, ബിന്റെയും 1/5 ഇൻറ്റു ഹാഫ്. പകുതിയാണല്ലോ, രണ്ടുപേർക്കും കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ 1 ഇൻറ്റു 1 എത്രയാ? 1. 5 ഇൻറ്റു 2 10. ഓക്കെ, 1 ഇൻറ്റു 1 1. 5 ഇൻറ്റു 2 10. അതായത് 1/10 എ വഹിക്കും, ബിയും വഹിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് നമ്മൾ എന്താക്കണം? ഇതിൽ നിന്ന് കുറക്കണം. ഓക്കെ, അപ്പൊ 3/5 മൈനസ് 1/10 കുറക്കുക. 2/5 മൈനസ് 1/10 കുറക്കുക. അപ്പൊ എത്ര കിട്ടുക? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇത് LCM വെച്ച് ചെയ്യണം. LCM അറിയാത്തവര് കഴിഞ്ഞ ക്ലാസ് കണ്ട അവർക്ക് LCM മനസ്സിലാവും. പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ. ഇപ്പൊ ഇവിടെ എങ്ങനെയാ LCM എടുക്കുക? 5ഉം 10ഉം. 5ഉം 10ഉം എന്ന് പറഞ്ഞാല് അതിന്റെ LCM എന്ന് പറഞ്ഞാൽ 10 ആണ്. ഓക്കെ, ക്ലിയർ? ആ 10നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടി? 2 കിട്ടി. ഓക്കെ, ആ 2നെ 3 കൊണ്ട് ഗുണിക്കുക. അതായത് ഡിനോമിനേറ്ററിനെ 10 കൊണ്ട് ഹരിക്കുക. ഓക്കെ, 5 കൊണ്ട് ഈ 10നെ 5 കൊണ്ട് ഹരിക്കുക ഡിനോമിനേറ്റർ. അപ്പൊ 2 കിട്ടി. ന്യൂമറേറ്ററെ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ ചിലർ ഈ 10 എങ്ങനെയാ കിട്ടിയത്? 10 എങ്ങനെയാ കിട്ടിയെന്ന് വെച്ചാൽ 5 10. ഓക്കെ, അതില് 5 വെച്ച് 5നെ കൊണ്ട് രണ്ടിലും പോകുന്ന സംഖ്യ ഏതാണോ അത് വെച്ച് ഹരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 5 ചെയ്ത് 5 5ലും പോവും 10ലും പോവും. 5ൽ എത്രയാ? ഒരു തവണ. 10ല് 2 തവണ. ഇനി പോവോ? ഇല്ല. അപ്പൊ ഇത് നേരെ ഗുണിച്ച് വെക്കുക. ഓ 2 2 2 10. ഓക്കെ, 5നെ 1 കൊണ്ട് ഗുണിക്കുക 5, എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഓ 2 5 2 10. ആ 10 ഇവിടെ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി ആ 10നെ ഫസ്റ്റ് ഡിനോമിനേറ്ററായ 5 കൊണ്ട് ഹരിക്കുക. ഓക്കെ, 10നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? 2 കിട്ടി. ആ കിട്ടിയ 2നെ 3 കൊണ്ട് ന്യൂമറേറ്ററായ 3നെ ഗുണിക്കുക. അപ്പൊ എത്രയായി? 3 2 6 എന്ന് കിട്ടി. ഇതിവിടെ എഴുതി മൈനസ് ചെയ്ത് 10നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യണം കേട്ടോ. ഈ സൈൻ ഇവിടെ എഴുതി 10നെ 10 കൊണ്ട് ഹരിച്ച് 1. ആ 1നെ 1 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പൊ 1 കിട്ടി. അപ്പോൾ 6 മൈനസ് 1 എത്രയാണ്? 5/10 എന്ന് കിട്ടി. ഇതാണ് എന്റെ ഷെയർ. ഇനി ബി എത്രയാ? അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഷെയർ ആണ് ഇത്. ഓക്കെ, ബി എത്രയാ? ഇതേപോലെ തന്നെ ചെയ്യാം. 5ഉം 10ഉം നമ്മൾ ഈ ചെയ്ത പ്രോസസ്സ് തന്നെയാണ്. ഇവിടെ 10 എഴുതി 10നെ 5 കൊണ്ട്
ഹരിച്ച് അപ്പൊ എത്ര കിട്ടി? 2 കിട്ടി. 2നെ 2 കൊണ്ട് ഗുണിച്ച് മുകളിലത്തെ 2 കൊണ്ട് ഗുണിക്കുക, 4. മനസ്സിലായോ? 10നെ ആദ്യം 5 കൊണ്ട് ഹരിക്കുക, അപ്പൊ 2 കിട്ടി. ആ 2 ഇവിടെ എഴുതി. 2നെ 2 കൊണ്ട് ഗുണിക്കുക, അപ്പൊ എത്ര കിട്ടി? 4 കിട്ടി. ഓക്കെ, മൈനസ് സൈൻ ഇടുക. ഇനി 10നെ 10 കൊണ്ട് ഹരിക്കുക, അപ്പൊ 1 കിട്ടി. ആ 1നെ 1 കൊണ്ട് ഗുണിക്കുക മുകളിലത്തെ ന്യൂമറേറ്റർ കൊണ്ട്, അപ്പൊ എത്ര കിട്ടി? 1 കിട്ടി. 4 മൈനസ് 1 എത്രയാ? 3. 3/10 എന്നായി. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? സി ഇസ് ഈക്വൽ ടു 1/5 അല്ലേ? ആ 1/5നെ നമ്മൾ എന്താക്കണം? തുല്യാക്കണ്ടേ അല്ലേ? ഷെയർ തുല്യാക്കണല്ലോ. ഇവിടെയൊക്കെ അടിയിൽ 10 ആണ്, 10 ആണ്. നമ്മൾ ഇവിടെയും 10 ആക്കണം. 10 ആക്കണം, എന്ത് ചെയ്യണം? ഗുണിക്കണം. ഏതാണ്? 5 കൊണ്ട് എന്ത് ഗുണിച്ചാലാണോ 10 ആകുക അത് ഗുണിക്കുക. അപ്പൊ 5നോട് 2 ഗുണിച്ചാൽ എത്രയായി? 10 ആയി. അപ്പൊ താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, അതേ സംഖ്യ മുകളിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു 2, 2 ആയി, 2 10. ഇതാണ് ആൻസർ. ഇനി നമ്മൾ ഈ 10 ഒഴിവാക്കിയിട്ട് ഷെയർ ചെയ്ത എ ബി സി. എൻ്റെ എത്രയാ? 5. ബിന്റെ എത്രയാ? 3. സിന്റെ എത്രയാ? 2. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പുതിയ. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇത് ഇതിന്റെ മൊത്തം ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എക്കും ബിക്കും അവർ ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് എത്രയാ? പ്രോഫിറ്റ് ആൻഡ് ലോസ് 3:2 ആണ്. ഓക്കെ, എക്ക് 3 ഭാഗവും ബിക്ക് 2 ഭാഗവുമാണ്. പിന്നെന്താ പറഞ്ഞത്? സി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ. സി എന്തായി? 5-ലൊരു ഷെയർ ആ ഒരു ഇതുമായി എഗ്രിമെന്റുമായി സി എന്തായി? പുതിയതായിട്ട് പുതിയ ആള് അഡ്മിറ്റ് ആയി. അഡ്മിറ്റ് ആയി എന്ന് പറഞ്ഞാൽ പുതിയ ആള് വന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ ഷെയർ എത്രയാ? 5-ൽ 1 ആണ്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? അവർക്ക് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അവർക്ക് എന്താകണം? ഷെയർ കൊടുക്കണ്ടേ അല്ലേ? പുതിയ വന്ന ആള് 5-ലൊരു ഭാഗമാണ് ഷെയർ. ആ ഷെയർ തുല്യമായിട്ട് ആര് കൊടുക്കണം? അതാണ് ഇവിടെ പറയുന്നത്. സി ഗെറ്റ്സ് ഇറ്റ്സ് ഈക്വലി ഫ്രം എ ആൻഡ് ബി. സിക്ക് ലഭിക്കുന്ന ഷെയർ എയിൽ നിന്നും ബിയിൽ നിന്നും തുല്യമായിട്ട് ലഭിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ 5-ലൊരു ഷെയറിനെ എക്കും ബിക്കും പകുതി പകുതിയാക്കി വിഭജിക്കുകയാണ്. മനസ്സിലായി? അതാണ് ഇവിടെ ഹാഫ് ഇട്ട് കൊടുത്തത്. നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ഹാഫ് ഇട്ട് കൊടുത്തു. 1/2 എന്ന് ഹാഫ് ഇട്ട് കൊടുത്തിട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 1/10 കിട്ടി. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? 1/10 എയിൽ നിന്ന് കുറക്കണ്ടേ? എന്റെ ഷെയറിൽ നിന്നും കുറക്കുക, ബിന്റെ ഷെയറിൽ നിന്നും കുറച്ചാലാണ് പുതിയ ഷെയർ കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള കോൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? സി ഗെറ്റ്സ് ഇറ്റ്സ് ഫ്രം എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ ഓഫ് 2:1. 2:1 ആണെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഈക്വലി എന്നല്ല പറഞ്ഞത്. ഇതെന്താ പറഞ്ഞത്? 2:1 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ചെയ്ത എ ഈസ് ഈക്വൽ ടു എത്രയാ? നേരത്തെ എഴുതിയ പോലെ തന്നെ 3/5, ബി ഈസ് ഈക്വൽ ടു 2/5, സി ഈസ് ഈക്വൽ ടു 1/5. ഇങ്ങനെയാണല്ലോ എഴുതിയത്. ഓക്കെ, ഇനി 2:1 ആണ് ഷെയർ ചെയ്യുന്നത്. 2:1 എ 2 ചെയ്യും, ബി 1 ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ കൂട്ടുക. ഓക്കെ, അപ്പൊ 3 കിട്ടി. അതെന്താക്കുക? ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതുന്നതാണ്. എ ഇസ് ഈക്വൽ ടു 2 + 1 3, പിന്നെ 2 അല്ലേ? ഈ 2 എന്താ? എന്റെ ഷെയർ 2. അതുപോലെ പിന്നെ അടുത്തെന്താ? ബി. ബി എത്രയാ? 3/, ഇവിടെ 1 അല്ലേ? അതുകൂടെ ഇത്. ഇനി എന്താ പറയാ? എന്തിനുമായിട്ടാ നമ്മൾ ഗുണിക്കണ്ടേ? 1/5 അല്ലേ? 1/5 ആയിട്ട് ഗുണിക്കുക. സിന്റെ ഷെയറുമായിട്ട് ഗുണിക്കണ്ടേ? 1/5. അപ്പോൾ 2 2 3 5 15. തിരിച്ചു ചെയ്താ മറിച്ചു ചെയ്താ കേട്ടോ. ഗുണനം വലിയ വിഷയമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ നോ പ്രോബ്ലം. ഇത് ഫസ്റ്റ് 1/5 ആണ് വരണ്ടേ. ഞാൻ ജസ്റ്റ് എഴുതിയെന്നാണ്. ഇനി അടുത്തെന്താ? 3 × 5 15, 1 × 1 1. ഇതാണെന്ത്? ഷെയർ. അത് ഇതിൽ നിന്ന് എന്താക്കണം? കുറക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഈ 2/5നെ നമുക്ക് എന്താക്കാം? 3/5 നിന്നും കുറക്കാം. 2/50, സോറി, 2/15, അതായത് 2/15 3 അതായത് 3/5 നിന്നും മൈനസ് 2/15 നേരത്തെ ചെയ്ത പോലെ ചെയ്യാം കുറച്ചിട്ട്. അപ്പോൾ LCM കാണണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5ഉം 15ഉം അതിന്റെ LCM എങ്ങനെയാ കാണുക? ഇവിടെ നോക്കിയത് എങ്ങനെയാ LCM കാണുന്നതെന്ന്. അതായത് 3/5 മൈനസ് 2/15 അല്ലേ? ഈ 5ഉം 15ഉം ഞാൻ ജസ്റ്റ് എടുത്ത് 5 15. ഓക്കെ, ഇതിൽ രണ്ടിലും പോകുന്ന 5 അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ 5. 5നെ 5 കൊണ്ടായിരിക്കുക 1, 15നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 3. ഇനി പോവില്ല. ഇനി എന്താ? ഗുണിക്കുക. 5 × 1 5,
പിന്നെ 5 ഇൻറ്റു 1 5, ആ 5നെ 3 കൊണ്ട് ഗുണിക്കുക. 5 ഇൻറ്റു 3 15. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ 15നെ കൊണ്ട് 5നെ ഹരിക്കുക. ഇപ്പൊ എത്ര കിട്ടി? 3. ഓക്കെ, ആ 3നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്രയായി? 3 ഇൻറ്റു 3 എത്രയാ? 9. പിന്നെ ഈ മൈനസ് സൈൻ ഇടുക. ഇനി 15നെ 15 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടി? 1 കിട്ടി. ആ 1നെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്രയാ? 2. അപ്പോൾ 9ന്ന് 2 വർഷം 7 15 ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 2/5 അല്ല, 2/5. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 2/5നെ കുറക്കണം. എന്ത്? നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതിൽ നിന്നും കുറക്കണം. അതായത് ഇവിടെ എത്രയാ? 1/15 വെച്ചിട്ട് കുറക്കുക. 1/15 എഴുതി. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ 5ന്റെയും 15ന്റെയും LCM കാണുക. അപ്പോൾ 15 കിട്ടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? 15 5 ഹരിച്ച്. അപ്പോൾ എത്രയായി? 3 ഇൻറ്റു 2 എത്രയാ? 6. ഓക്കെ, മൈനസിന്റെ സൈൻ ഇട്ട് 15നെ 15 കൊണ്ട് ഹരിച്ച്. അപ്പോൾ 1 കിട്ടി. ആ 1 ഇൻറ്റു 1 ചെയ്ത്. അപ്പോൾ എത്രയാ? 1. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 6 മൈനസ് 1 ചെയ്താൽ 5. ഓക്കെ, 15 എന്ന് കിട്ടി. ഇനി ഇവിടെ നേരത്തെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം 1/5 അല്ലേ? 1/5നെ എന്താക്കണം? 15 ആക്കി മാറ്റണം. കാരണം എന്താ? ഈ 15ഉം ഈ 15ഉം. ഓക്കെ, ഈ 15 അടുത്തത് എന്താണ്? അതും 15 ആക്കി മാറ്റണം ഡിനോമിനേറ്റർ. അപ്പോൾ 1/5നെ 15 ആക്കാൻ വളരെ സിമ്പിൾ ആണ്. 3 ഗുണിച്ചാൽ പോരെ? ഇവിടെയും 3 ഇട്ട് കൊടുക്കുക, മുകളിൽ 3 ഇട്ട് കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പോൾ 5 ഇൻറ്റു 3 എത്രയാ? 15. പിന്നെ 1 ഇൻറ്റു 3 3. ഓക്കെ, അപ്പോൾ 15 15 15 3 ഈക്വൽ ആണ്. 7:5:3. 7:5:3. ഓക്കെ, ഇതാണ് answer. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എന്താ? സി ഗെറ്റ്സ് ഇറ്റ്സ് ഹോളി ഫ്രം എ. മൊത്തം എ ആണ് വഹിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ് ഈ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുക. എ എത്രയാ? 3/5. ബി എത്രയാ? 2/5. സി എത്രയാ? 1/5. ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ഇനി മൊത്തം വഹിക്കുന്നത് ആയിരുന്നാ? എ ആണ് മൊത്തം ഷെയറും വഹിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? എയിൽ നിന്ന് എന്താക്കുക? 1/5 കുറച്ചാൽ മതി നേരിട്ട്. ഓക്കെ, ഇവിടെ ഗുണനൊന്നുമില്ല. ഇപ്പോൾ 1/5 കുറക്കുക. അപ്പോൾ എത്ര കിട്ടി? ഇതും ശ്രദ്ധിക്കണം, LCM ചെയ്യണം. 2ഉം 5 5 ഈക്വൽ ആണെന്ന് ഒന്നുമില്ല. അവിടെ 5 ഇട്ട് കൊടുക്കുക LCM കാണാൻ. ഇനി 5നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി. ആ 1നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടി? 3. ഓക്കെ, ഇനി ഈ സൈൻ ഇടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 5നെ 5 കൊണ്ട് ഹരിക്കുക. 1 കിട്ടി. പിന്നെ ആ 1നെ 1 കൊണ്ട് എന്താക്കുക? ഗുണിക്കുക. ഇപ്പൊ 1. ആ രീതിയിൽ തന്നെ പോവുക കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് മൈനസ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷെ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പോയി കേട്ടോ. അപ്പോൾ 3 - 1 എത്രയാ? 2/5 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 2/5നെ കുറക്കണോ? ഒന്നും ചെയ്യണ്ട. അത് നേരെ അതേപോലെ എഴുതി വെക്കുക. 2/5. 1/5ഉം അതേപോലെ 1/5. കാരണം ഷെയർ ഹോളി ഫ്രം എ എന്നാ പറഞ്ഞത്. എയിൽ നിന്ന് മാത്രമേ ഷെയർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആൻസർ. ഇപ്പോൾ പുതിയ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? ABC എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക? സ്വന്തം ചെയ്യുക. സി ഗെറ്റ്സ് ഇറ്റ്സ് ഹോളി ഫ്രം ബി. ഇത് സ്വന്തം ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഇനി ലാസ്റ്റ് ഇയും കൂടി നമുക്ക് നോക്കാം. 2/5 1/5. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സി ഗെറ്റ്സ് ഇറ്റ്സ് 3/20. ഓക്കെ, ഫ്രം എ ആൻഡ് 1/20 ഫ്രം ബി. സിക്ക് എത്ര ലഭിക്കുക? 3/20യും അതുപോലെ 1/20യും ആണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം ഇതും വളരെ സിമ്പിൾ ആണ്. ഇത് നേരിട്ടാണ്. ഓക്കെ, നേരിട്ട് കൊടുത്തിന് നേരിട്ട് ചെയ്തു വെച്ചാൽ മതി കേട്ടോ. 3/20 എന്താക്കണോ? എന്തിൽ നിന്ന് കുറക്കണോ? എയിൽ നിന്ന് കുറക്കണോ? 3/20. ഓക്കെ, ഇനി അടുത്തെന്താ പറഞ്ഞത്? 1/20. അത് എന്തെന്ന് കുറക്കണം? ബിയിൽ നിന്ന് കുറക്കണം. 2:1 അങ്ങനെ എന്നല്ല പറഞ്ഞ, നേരിട്ട് തന്നെ പറഞ്ഞ. അപ്പോൾ ഇതെന്താക്കുക? 1/20 കൂടി എഴുതുക. ഇനി ഇത് LCM വെച്ചിട്ട് കാണണം. ഇപ്പോൾ എങ്ങനെ LCM കാണുക? 20 പിന്നെ എത്രയാ? 5 ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ വലിയ സംഖ്യ 20യിൽ ഈ 5 പോകുമെങ്കിൽ 20 ആയിരിക്കും എന്ത്? LCM. രണ്ട് സംഖ്യ ഉണ്ട്, മനസ്സിലായോ? 20യിൽ 5 പോകുന്ന ഉറപ്പല്ലേ? അപ്പോൾ ഇവിടെ LCM എത്രയാ? 20.
ഓക്കെ. ഇനി ആ 20നെ 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? 4നെ 3 കൊണ്ട് ഗുണിക്കുക. 3 12. ഈ മൈനസ് സൈൻ ഇടുക. ഇനി 20നെ 20 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടി? 1 കിട്ടി. ആ 1നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 3. 12 3 വർഷം എത്രയാ? 9. 9/20 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 5 20. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും കൂടി പറയാം. 20നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റിയാൽ ഇവിടെ എത്രയാണ്? വലിയ സംഖ്യയായ 20 ആയിരിക്കും LCM കേട്ടോ. അത്രയേ ഉള്ളൂ. 20 എഴുതി. ആ 20നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര കിട്ടി? വീണ്ടും 4. 4നെ 2 കൊണ്ട് ഗുണിക്കുക. 4 2 8. മൈനസ് സൈൻ ഇട്ട് ഇനി 20നെ 20 കൊണ്ട് ഹരിച്ചാൽ 1. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 1 തന്നെ. ഓക്കെ. 8 1 വർഷം എത്രയാ? 7. A/20 എന്നായി. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? വളരെ സിമ്പിൾ ആണ്. 1/5. 1/5നെ നമുക്ക് 20 ആക്കണം. 20 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് വെച്ച് ഗുണിക്കണം? 4 വെച്ച് ഗുണിക്കണം. താഴെയും 4, മുകളിലും 4. ഇനി ഒരു 4 4 4 20. അപ്പൊ ഇതാണ് പുതിയ ഷെയർ. നമ്മൾ ഇവിടെ ഇതാ ABC എത്രയാ? 9 7 4. ഓക്കെ. ഇത് ക്ലിയർ ആയോ? ഇത്രയാണ് പ്രോബ്ലം. ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സിന്റെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, ലൈവ് ട്യൂഷൻ. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുകയോ ചെയ്യാം. ഓക്കെ. താങ്ക് യു.